നമസ്കാരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ആഭരണ സമ്പന്നരാണ് എന്നതിന്റെ ചില കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ കാലയളവിൽ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങളും മറ്റും വെളിപ്പെടുത്താറുണ്ട്. ഇതൊക്കെ വലിയ തോതിൽ വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട്. ഇക്കുറി തമിഴ്നാട്ടിലെ വനിതാ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അവരുടെ കൈവശമുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ അളവ് കൊണ്ട് തന്നെയാണ്. സത്യവാങ്മൂലത്തിലാണ് സ്ഥാനാർത്ഥികളുടെ ആഭരണ ശേഖരത്തിന്റെ കൃത്യമായ വിവരങ്ങളുള്ളത്. ധർമ്മപുരിയിലെ PMK പട്ടാളി മക്കൾ കക്ഷി സ്ഥാനാർത്ഥിയായ സൗമ്യ അൻപുമണിയാണ് ഇതിൽ അതിസമ്പന്ന എന്ന് നമ്മൾ പറയേണ്ടി വരും. 365 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് സൗമ്യയുടെ ശേഖരത്തിലുള്ളത്. ഇതിന് ഏകദേശം 1.92 കോടി രൂപ വില മതിക്കുന്നതാണ്. 151.5 ക്യാരറ്റ് വജ്രാഭരണങ്ങൾ കൂടി സൗമ്യ അൻപുമണിക്കുണ്ട്. അടുത്തതായി വിരുദുനഗറിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥിയും നടിയുമായ രാധിക ശരത് കുമാറാണ്. രാധിക ശരത് കുമാറിന് 93.7 പവൻ സ്വർണം സ്വന്തമായുണ്ട്. തൂത്തുക്കുടിയിൽ 2ാം വട്ടം ജനവിധി തേടുന്ന കനിമൊഴിയുടെ സ്വർണ്ണ സമ്പാദ്യം വെറും 88 പവൻ മാത്രമാണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. മയിലാടുംതുറയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി R സുധയ്ക്കാവട്ടെ 60 പവൻ സ്വർണ്ണ ശേഖരമാണുള്ളത്. കരൂരിൽ മത്സരിക്കുന്ന ജ്യോതിമണിക്കാണ് കൂട്ടത്തിൽ ഏറ്റവും കുറവ് സ്വർണ്ണാഭരണങ്ങൾ ഉള്ളത്. 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് ജ്യോതിമണിയുടെ സമ്പാദ്യം എന്നവർ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. സൗത്ത് ചെന്നൈയിലെ BJP സ്ഥാനാർത്ഥിയായ തമിഴിസൈ സൗന്ദരരാജനാവട്ടെ 200 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമായുണ്ട്. ഇവിടെ തമിഴിസൈ സൗന്ദരരാജന്റെ എതിരാളിയായ DMKയുടെ തമിഴച്ചി തങ്കപാണ്ടിന്റെ സ്വർണ്ണശേഖരം 158.75 പവനാണ്. എന്തായാലും കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് സ്വർണ്ണ വിലയിൽ ഉണ്ടായ റെക്കോർഡ് കുതിപ്പ് തന്നെയായിരുന്നു. 1 പവൻ സ്വർണത്തിന് 50,000 രൂപയിലധികം കടന്നിരിക്കുന്നു. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ സ്വർണ്ണവില 50,000 രൂപയ്ക്ക് മുകളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയൽ സംസ്ഥാനമായ തമിഴകത്തെ വനിതാ സ്ഥാനാർത്ഥികളുടെ സ്വർണ്ണ സ്വത്ത് വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അത് മാധ്യമങ്ങളിൽ ഇടം നേടുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.